KPCC മെമ്പറുടെ അടുത്തുണ്ടായത് ഗുരുതരമായ വീഴ്ച എന്നല്ല, പാർട്ടിയെ ചതിച്ചതാണ്. കാരശ്ശേരി ബാങ്കിന്റെ ചെയർമാൻ KPCC മെമ്പർ NK അബ്ദുറഹ്മാനായിരുന്നു. അവിടുത്തെ ഡയറക്ടർമാർ അറിയാതെ ജീവനക്കാരുടെ വ്യാജ ID ഉപയോഗിച്ച് ഒറ്റ രാത്രി കൊണ്ട് 800-ലേറെ വോട്ടുകൾ CPM-കാരുടെ വോട്ടുകൾ ചേർത്തി. അബ്ദുറഹ്മാനും CPM-കാർക്ക് ബാങ്ക് വിറ്റു എന്നാണ് പ്രാദേശിക കോൺഗ്രസുകാർ ഞങ്ങൾക്ക് നൽകിയ റിപ്പോർട്ട്. മാത്രവുമല്ല, അതിലേറ്റവും രസകരമായ സംഭവം, അതിൽ പ്രതിഷേധിച്ച് 9 ഡയറക്ടർമാർ അവിശ്വാസത്തിന് ഇന്നലെ രാവിലെ നോട്ടീസ് കൊടുത്തു. ഇന്നലെ വൈകുന്നേരം ആ ബാങ്ക് പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നു. വ്യാജ ID ഉപയോഗിച്ച് വോട്ടർമാരെ ചേർത്തതിന് മുക്കം പോലീസിൽ അവിടുത്തെ ജീവനക്കാർ പരാതി കൊടുത്തിട്ടുണ്ട്. ഡയറക്ടർമാർ അറിയാതെ വോട്ട് ചേർത്തതിന് ഡയറക്ടർമാരും പോലീസിൽ നിന്ന് പരാതി കൊടുക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ ഇന്നലെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. മെമ്പർഷിപ്പ് ഡയറക്ടർമാർ അറിയാതെ ചേർത്തതിനും ഇന്ന് അനധികൃത പിരിച്ചുകൊണ്ടതിനെയും ഹൈക്കോടതി സമീപിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ വിധി കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. ഇവിടെ നടന്നത് സത്യം പറഞ്ഞാൽ ബാങ്ക് കച്ചവടം നടത്തിയെന്ന് പ്രാദേശിക പാർട്ടിയുടെ റിപ്പോർട്ട് ശരിയാണെന്ന് DCCക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. KPCC ഇതിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് തന്നെ ഇതിൽ കർശന നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് KPCC റിപ്പോർട്ട് നടക്കും. ആകെയുള്ള A ക്ലാസ് മെമ്പർഷിപ്പിലും 100 അധികമാണ് ഒറ്റയടിക്ക് ചേർത്തിയിരിക്കുന്നത്. അത് അർദ്ധരാത്രി ജീവനക്കാരുടെ വ്യാജ പാസ്വേഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. 1 മണിക്കും 4 മണിക്കിടയിൽ നിന്നാണ് പറയപ്പെടുന്നത് രാത്രി. ഈ വോട്ടർ ഐഡിയുടെ വിഷയം ഉണ്ടല്ലോ, 2 ഇത് കോഴിക്കോട് കോർപ്പറേഷനിൽ വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ തവണ ഞങ്ങളാണ് DCC പ്രസിഡന്റ് 5 പത്രസം രണ്ട് തവണ പാർട്ടി നടപടി നേരിട്ട ആളാണ്. ഇപ്പോൾ അദ്ദേഹത്തിനുമായി പാർട്ടിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഊഷ്മള ബന്ധമുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റിനോടും ജയന്തിനോടും എന്നോടും അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു. അങ്ങനെയൊരു സംശയം കേട്ടപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷേ നടന്നിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട്. ഇതിൽ വളരെ ഗുരുതരമായ സംഭവം, 24 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരുന്നു കാരശ്ശേരി ബാങ്കിന്റെ. ആരുടേതാണ് ഈ പണം? ആ പണം ഉപയോഗിച്ചാണ് ഇത്രയും ഷെയർ ചേർത്തിരിക്കുന്നത്. ഈ ഷെയർ ചേർത്ത് മെമ്പർമാരെ ആക്കിയത് അവിടുത്തെ ഭൂരിഭാഗം ഡയറക്ടർമാരും അറിഞ്ഞിട്ടില്ല. അവർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കോടതി സമീപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മെമ്പർഷിപ്പ് റദ്ദ് ചെയ്യണമെന്നും അതുവഴി ഇവർ കൊടുത്ത അവിശ്വാസം പാസ്സാവണമെങ്കിൽ ബോർഡ് പുനഃസ്ഥാപിക്കണം. ബോർഡ് പുനഃസ്ഥാപിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിൽ. പക്ഷേ ഏതായാലും KPCC മെമ്പർ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ തെറ്റാണെന്ന് പ്രാദേശിക പാർട്ടി ഘടകം തന്ന റിപ്പോർട്ടിന്റെയും DCC ഒരു അന്വേഷണം ബോധ്യപ്പെട്ടുകൊണ്ട് ഇന്ന് റിപ്പോർട്ട് KPCC സമർപ്പിക്കും. KPCC മെമ്പറുടെ അടുത്തുണ്ടായത് ഗുരുതരമായ വീഴ്ച എന്നല്ല, പാർട്ടിയെ ചതിച്ചതാണ്. എന്ത് മോണിറ്ററിംഗ് വീഴ്ച? എന്നെ ഇപ്പം പാർട്ടിക്ക് അവിശ്വസിക്കേണ്ട ആവശ്യമുണ്ടാവുമോ? ജയന്തിനെ അവിശ്വസിക്കണോ പാർട്ടിക്ക്? ആരുതുക ഒരാൾ സ്വന്തം താല്പര്യത്തിന് ഒരു സുപ്രഭാതത്തിൽ അതിലേക്ക് തിരിയുന്ന രംഭം ഏത് പാർട്ടിക്ക് ചെയ്യാനാവുക? ഇദ്ദേഹം ഈ ജില്ലയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് നേതാവല്ലേ? എന്ത് മോണിറ്ററിംഗ്? അതുകൊണ്ടല്ലേ 9 ഡയറക്ടർമാർ 13 ഡയറക്ടർമാരാ, 2 പേർ സ്ഥലത്തില്ല. ഇതിൽ 9 പേരാണ് ഇന്നലെ അവിശ്വാസം കൊടുത്തിരിക്കുന്നത്. അതിന്റെ പരിഹാരമാണോ 800? അല്ല, സഹകരണ ബാങ്കുകളുടെ കാര്യങ്ങളിലൊന്നും നയപരമായിട്ടൊന്നും ഒരിക്കലും പാർട്ടി ഇടപെടാറില്ല. ഒന്നിലും പാർട്ടി ഇടപെടാറില്ല. അതിവിടെ കോൺഗ്രസ് ഭരിക്കുന്ന 19ഓളം ബാങ്കുകളുണ്ട്. ഒരു ഡയറക്ട് ബോർഡിന്റെ നയപരമായ കാര്യങ്ങളിലോ ഇതായാലും പാർട്ടി ഇടപെടാറില്ല. അല്ല, പക്ഷേ വീഴ്ച വരുമ്പോൾ പാർട്ടി ഇടപെടാറുണ്ട്. അത് സ്വന്തം താല്പര്യം വേറെ എന്തായിരിക്കണം? ഇതിന്റെ പിന്നിൽ അത് അവിടുത്തെ ഘടകം പറയും നിങ്ങളോട്. അതിന് എന്നേക്കാൾ കാര്യപ്പെട്ട അവിടുത്തെ കാരശ്ശേരിയിലെയും കുമുക്കത്തെയും കോൺഗ്രസ് നേതൃത്വം ബ്ലോക്ക് മണ്ഡലത്തോട് പറയും.